ലിംഗമാറ്റ ശസ്ത്രക്രിയകളും വാടക ഗർഭപാത്രം വഴിയുള്ള ജനനങ്ങളും മനുഷ്യന്റെ അന്തസ്സിന് കടുത്ത ഭീഷണികളാണെന്ന് കത്തോലിക്ക സഭയുടെ പ്രഖ്യാപനം. വത്തിക്കാൻ പ്രമാണരേഖകളുടെ ഓഫീസ് പുറത്തിറക്കിയ പുതിയ പ്രഖ്യാപനത്തിലാണ് വാടക ഗർഭധാരണം, ലിംഗമാറ്റ ശസ്ത്രക്രിയ തുടങ്ങിയവ ദൈവത്തിന്റെ പദ്ധതികളെ ലംഘിക്കുന്ന നടപടികളാണ് എന്ന് പറയുന്നത്. 5 വർഷമെടുത്താണ് 20 പേജുകളുള്ള പുതിയ പ്രഖ്യാപനം വത്തിക്കാൻ പുറത്തിറക്കിയിരിക്കുന്നത്. പുതിയ പ്രമാണത്തിന് ഫ്രാൻസിസ് മാർപ്പാപ്പ മാർച്ച് 25-ന് അംഗീകാരം നൽകി. അനന്തമായ അന്തസ് എന്ന പേരിലാണ് പുതിയ പ്രമാണം പുറത്തിറക്കിയിരിക്കുന്നത്. ഏത് ലിംഗമാറ്റ ഇടപെടലും ഒരു ചട്ടം പോലെ ഗർഭധാരണ നിമിഷം മുതൽ വ്യക്തിക്ക് ലഭിച്ച അതുല്യമായ അന്തസ്സിന് ഭീഷണിയാകുന്നു എന്നാണ് ഈ രേഖയിൽ പറയുന്നത്. വ്യക്തിയുടെ ലിംഗം മാറ്റാൻ കഴിയുമെന്ന് പറയുന്ന ജെൻഡർ തിയറിയെ വത്തിക്കാൻ നിരാകരിക്കുകയാണ്. ജീവശാസ്ത്രപരമായി വ്യത്യസ്തരായ പുരുഷനും സ്ത്രീയുമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അതിനാൽ ദൈവത്തിന്റെ പദ്ധതിയെ മാറ്റുകയോ സ്വയം ദൈവമാകാൻ ശ്രമിക്കുകയോ അരുത് എന്നാണ് പ്രഖ്യാപനം പറയുന്നത്. വാടക ഗർഭപാത്രത്തിലൂടെയുള്ള ജനനം വാടക അമ്മയുടെയും ജനിക്കുന്ന കുഞ്ഞിന്റെയും അന്തസ്സിനെ ഹനിക്കുന്നു എന്നും വത്തിക്കാൻ പ്രഖ്യാപനത്തിൽ അഭിപ്രായപ്പെടുന്നു. ലിംഗമാറ്റ സിദ്ധാന്തത്തെ വിമർശിക്കുന്നുണ്ടെങ്കിലും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് മാർപ്പാപ്പ നേരത്തെ തന്നെ പിന്തുണ നൽകിയിരുന്നതാണ്. സ്വർഗ വിവാഹത്തെ ആശീർവദിക്കാനും നേരത്തെ മാർപ്പാപ്പ അനുമതി നൽകിയിരുന്നു. എന്നാൽ ആഫ്രിക്കൻ സഭകളിൽ നിന്നടക്കം ഇതിനെതിരെ കടുത്ത എതിർപ്പാണ് ഉയരുന്നത്. ആഫ്രിക്കയിലേത് പ്രത്യേക സാഹചര്യമാണ് എന്നാണ് മാർപ്പാപ്പ പറഞ്ഞത്. സ്വവർഗ ലൈംഗികത ആഫ്രിക്കൻ സംസ്കാരത്തിൽ നിഷിദ്ധമാണ്. ഇപ്പോൾ തന്റെ തീരുമാനത്തിനെതിരെ പ്രതിഷേധിക്കുന്നവർ ഭാവിയിൽ അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഇറ്റാലിയൻ മാധ്യമമായ ലാ സ്റ്റാമ്പയ്ക്ക് അനുവദിച്ച അഭിമുഖത്തിൽ മാർപ്പാപ്പ വ്യക്തമാക്കിയിരുന്നു. പുരുഷനെയും സ്ത്രീയെയും ദൈവം സൃഷ്ടിച്ചത് ജീവശാസ്ത്രപരമായി വ്യത്യസ്തമായിട്ടാണെന്നും ആളുകൾ ആ ദൈവ പദ്ധതിയുമായി ഇടപെടരുതെന്നും സ്വയം ദൈവമാകാൻ ശ്രമിക്കരുത് എന്നുമാണ് പുതിയ രേഖയിൽ പറയുന്നത്. ഏത് ലിംഗമാറ്റ ഇടപെടലും ഗർഭധാരണത്തിന്റെ നിമിഷം മുതൽ വ്യക്തിക്ക് ലഭിച്ച അതുല്യമായ അന്തസ്സിന് ഭീഷണിയാണ് എന്ന് രേഖയിൽ പറയുന്നു. അതേസമയം ആരോഗ്യപരമായ കാരണങ്ങളും ജനനേന്ദ്രിയ വൈകല്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ശസ്ത്രക്രിയയും ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നും കൂടി രേഖയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒരു കുട്ടി എപ്പോഴും ഒരു സമ്മാനമാണ്, ഒരിക്കലും ഒരു വാണിജ്യ കരാറിന്റെ അടിസ്ഥാനമല്ല. അമ്മയുടെ ഉദരത്തിലെ പിഞ്ചു കുഞ്ഞിൽ നിന്ന് തുടങ്ങുന്ന ഓരോ മനുഷ്യജീവനും അടിച്ചമർത്താനോ വിൽപ്പനച്ചരക്കാക്കാനോ കഴിയില്ല എന്നാണ് വാടക ഗർഭധാരണത്തിനെതിരായി പറയുന്ന കാര്യങ്ങൾ. ന്യൂസ് ഡെസ്ക് കലാകൗമുദി.